പെൻഷൻകാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 16-ന് തിരുവനന്തപുരത്ത് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒരു വിഭാഗം പെൻഷൻകാർക്ക് നിഷേധിച്ച് സർക്കാർ വിവേചനം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് 2021 ശേഷം സേവനത്തിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംസ്ഥാനതല കൂട്ടായ്മയായ ഫോറം ഓഫ് റീസെന്റ്ലി റിട്ടയർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുന്നത്. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം 2019 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലുള്ള ഉത്തരവ് 2021 ഫെബ്രുവരി 10 സർക്കാർ ഉത്തരവ് പ്രകാരം പരിഷ്കരിച്ചു. 2019 ജൂലൈ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള 20 മാസത്തെ കുടിശ്ശിക സേവനത്തിലിരിക്കുന്നവർക്ക് 4 തവണകളിലായി പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുവാനും PF ഇല്ലാത്തവർക്കും വിരമിച്ചവരുമായ ജീവനക്കാർക്കും അധ്യാപകർക്കും 2021 മെയ് 31 ശേഷം പണമായി നൽകുന്നതിനും ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ധനകാര്യ വകുപ്പിന്റെ സർക്കുലർ പ്രകാരം കുടിശ്ശിക നൽകുന്നത് തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതുമൂലം 2021 മെയ് 31 ശേഷം വിരമിച്ച 10,000-കണക്കിന് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം വിരമിച്ച കോട്ട് ടെർമിനൽ ജീവനക്കാർക്കും SSKയിൽ അന്യത്ര സേവനത്തിലായിരുന്നവർക്കും 2021 ശേഷം വിരമിച്ചവരും പിന്നീട് മരണപ്പെടുകയും ചെയ്തവരുടെ ആശ്രിതർക്കും ഈ തുക അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെൻഷൻകാരെ 2 തട്ടിലാക്കി ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നതെന്ന് ഭാരവാഹികളായ PP സൈദലവി, നാരായണൻ V, ബാബു C, സുന്ദരൻ VP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.